യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒട്ടും പ്രതീക്ഷയില്ലാത്ത, വേവലാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, സങ്കടം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാർത്ത എന്ന് പറയുന്ന ഒരു സഹോദരി. ലൂക്കോസിൽ യേശു പറഞ്ഞു, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുകയാ, പക്ഷെ അവക്കൊരു അഡ്വൈസ് കൊടുത്തു, എന്റെ പാദത്തിൽ ഇരുന്നാൽ മതി. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ ദൈവം പറയുന്നത് കേട്ടുപോകുകയാണോ അതോ അനുസരിക്കുകയാണോ? ഒരു അഡ്വൈസ് കൊടുത്തു. നിന്റെ ആകുലങ്ങൾ മാറും, നിന്റെ ടെൻഷനുകൾ മാറും. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, യേശുവിന്റെ കൂടെ തുടരുക. നീ ഒത്തിരി ടയേർഡാണോ? നിന്നെ ഒത്തിരി വിഷയങ്ങൾ നിന്നെ സമ്മർദ്ദപ്പെടുത്തുന്നുണ്ടോ? നിനക്ക് ചിലതൊക്കെ ഓർക്കുമ്പോൾ നീ അങ്ങ് ഭയങ്കര ഡിപ്രസ് ആയി പോകുന്നുണ്ടോ? പലതും ഓർത്ത് നിന്റെ മനസ്സ് കലങ്ങുന്നുണ്ടോ? അതിന് ഏക വഴി യേശുപ്പാ, 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 യേശുപ്പാ. നിന്നെ ആർക്കും വിടുവിക്കാൻ കഴിയില്ല കേട്ടോ. പക്ഷെ ഒരു പാദത്തിൽ നീ ഇരുന്നാൽ, ഒപ്പിയെടുക്കുന്ന ഒരു പാദം. യേശു പറഞ്ഞു, നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഒന്നു മാത്രം, പാദത്തിലിരിക്കുക, മറിയെ പോലെ ഇരിക്കുക. ചിലരെ ദൈവം നിന്റെ മുമ്പിൽ കാണിച്ചു തരുന്നത് അവരിൽ നിന്ന് ചിലതൊക്കെ നീ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയാ കേട്ടോ.